ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനില. നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, 6 മാസത്തിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, 1 വർഷത്തിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ എനർജിയുമായിട്ട് കണക്ട് ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ആവാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പാസ്റ്റിലെ അനുഭവം അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം അത് എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, പ്രസന്റ് സിറ്റുവേഷൻ, അതിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ സാഹചര്യത്തിലുള്ള എന്ത് കാര്യമാണ് ഇപ്പോൾ ഏറ്റവും അധികം നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സമയത്ത് നിങ്ങളുടെ ഹോപ്സ് അല്ലെങ്കിൽ ഫിയേഴ്സ്, നിങ്ങളുടെ പേടികൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് കാണാം. 6 months ആൻഡ് ഇൻ 1 year. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ഒരു ഗൈഡൻസ് കാർഡ് കൂടി എടുക്കാം, എന്താണ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് വന്നിട്ടുള്ളത് 2 of Pentacles ആണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ കാരണമായിട്ടുള്ളത്, 7 of Swords. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ, മൂൺ കാർഡ്. ഓക്കെ, and immediate future, 9 of Swords. The thing in your surrounding or environment, Ace of Wands ആണ്. നിങ്ങളുടെ ഹോപ്സ് ഓർ ഫിയേഴ്സ് ഡബിൾ എനർജിയിലാണ് നിൽക്കുന്നത്. 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരുന്നത് 9 of Wands, Sun കാർഡ്, ബ്യൂട്ടിഫുൾ. ആൻഡ് ഇൻ 1 year. ഓക്കെ, എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്തോ 2 കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ 2 ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങൾ സൈഡ് ബൈ സൈഡ് 2 ജോലികൾ ചെയ്യുന്നുണ്ട്, 2 സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മാറി മാറി ഷിഫ്റ്റ് എടുത്തിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ 2 ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം, അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥയാണ്. ലൈഫിൻ്റെ ഏത് സിറ്റുവേഷനിലായാലും നിങ്ങളൊരു ജഗ്ലിംഗ് ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഇനി ക്യാഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക, ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് മറിക്കുക, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വള്ളത്തിൽ മാത്രമായിട്ട് കാല് ചവിട്ടി ഉറപ്പിച്ച് നിന്ന് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു കാർഡാണിത്. കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നമുക്കിവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. സെയിം മീനിങ് ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നില്ല, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല, പലതരത്തിലുള്ള പേടികളുണ്ട്. അതെല്ലാം കൂടെ നിങ്ങളിങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ടെൻഷൻ അടിച്ച് എന്താണ് ലൈഫിൽ വരാൻ പോകുന്നതെന്നുള്ള ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വിഷമിക്കേണ്ട, നമുക്കിതിനൊക്കെ ഒരു പരിഹാരം വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ ഒരു ജഗ്ലിംഗ് എനർജിയിലേക്ക്, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ വെച്ച് ഒരേ സമയം നമ്മളിങ്ങനെ അമ്മാനമാടുന്ന പോലത്തെ ഒരു അവസ്ഥ വരാനായിട്ട് എന്താണ് കാരണമായിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ പാസ്റ്റിൽ നിന്നുള്ള ഒരു എനർജിയാണ് ഇത്. 7 of Swords ആണ്. നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ മൂലം നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കതല്ലാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. 7 of Swords എന്ന് പറയുന്ന ഒരു സ്വാർത്ഥതയുടെ കാർഡാണ്. ചില കേസുകളിൽ ഇതൊരു ചതി എന്നൊക്കെ പറയുന്ന ഒരു കാർഡ് കൂടിയാണ്. എന്തോ നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണ് വന്നത്, നിങ്ങൾക്ക് ആ ഒരു 2 ഓപ്ഷനുകൾ ഒരേ സമയത്ത് എടുക്കേണ്ടി വന്നു എന്നുള്ളൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മൂൺ കാർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി. ഉടനെ നിങ്ങളിലേക്ക് വരുന്നത് 9 of Swords ആണ്. സത്യം പറയണമല്ലോ, ടെൻഷനുകളാണ് വരുന്നത്. പക്ഷേ അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കമില്ലാണ്ട് ഇരിക്കുക, തീരുമാനമെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക, എന്ത് ചെയ്യണം, ഇത് വന്ന് ഈ ഒരു അവസ്ഥയിൽ പെട്ടുപോയല്ലോ എന്നുള്ള ആങ്സൈറ്റി, നിരാശ, ഇതെല്ലാം കാണുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു പാഷൻ നിങ്ങൾക്ക് അതും തോന്നിയിട്ടുണ്ട്. പുതിയതായിട്ട് എന്തോ ഒരു കാര്യത്തോടെ നിങ്ങൾക്കൊരു താല്പര്യം വന്നിട്ടുണ്ട്. പൈസ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുതിയൊരു പേഴ്സണോട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് പഠിക്കാനുള്ള ഒരു താല്പര്യം വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തോ ഒരു പുതിയ പാഷൻ, നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന എന്തോ ഒരു കാര്യം ലൈഫിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നിങ്ങളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഡെവിൾ കാർഡിലേക്ക് പോകാം. നിങ്ങളൊരു അടിമത്തത്തിലേക്ക് പോകുമോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ലെറ്റ് മീ ബി ഫ്രാങ്ക് വിത്ത് യു, ഒരു തേർഡ് പാർട്ടി റിലേഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാണുന്നുണ്ട്. കാരണം ഇവിടെ വന്നിട്ടുള്ള 2 മേജർ അർക്കാന കാർഡ്സാണ്. ഒന്ന് ഡെവിൾ കാർഡ് ആൻഡ് മൂൺ കാർഡ്. രണ്ടും നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മളെ വട്ടം ചുറ്റി നിന്ന് നമ്മൾ വല്ലാതെ പ്രഷറൈസ് ചെയ്ത് നമ്മളെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഇതിൽ നിന്ന് എന്താണ്, എപ്പോഴാണ് ഒരു മോചനം എന്ന് നോക്കാം. ഒരു 3 monthsനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ച് സീക്രട്സ്, നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറേ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ടയേർഡ് ആവുന്നുണ്ട്. ഓക്കെ,
ഹോൾഡ് ഓൺ ചെയ്യുക. നമുക്ക് വരാൻ പോകുന്ന എനർജി പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നുണ്ട്. അതിന് മുൻപുള്ള ഒരു സ്ട്രഗിളാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൺട്രോളിലല്ല പല കാര്യങ്ങളും ഇന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ തിരിച്ചു വരണം, നന്മയുടെ പാതയിലേക്ക് വരണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അതിന് സാധിക്കാത്ത രീതിയിൽ വളരെ ശക്തമായിട്ട് നിങ്ങളെ സാഹചര്യങ്ങൾ ചേർന്ന് നിങ്ങൾ ചുറ്റി പിടിച്ച് വരിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇതിനെവിടെയാണ് ഒരു അവസാനം ഉള്ളത് എന്ന് നോക്കാം. 6 മാസത്തിനുള്ളിലാണ് ആ പരിഹാരം, ആ ഒരു സമാധാനം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. സൺ കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് വേറെ ഇല്ല. ഇത് വളരെ പെയിനുകൾ, വളരെ വേദനകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾ ഹീലാവും, തീർച്ചയായിട്ടും നിങ്ങൾ ഹീലാവും. ഈ സൺ കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് വേദനകൾ അനുഭവിച്ച്, തെറ്റുകൾക്കുള്ള ശിക്ഷകൾ അനുഭവിച്ച്, കർമ്മ അനുഭവിച്ച് തീരുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു എനർജിയാണ് സൺ കാർഡിൻ്റെ എനർജി. അതൊരു 6 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ 6 മാസം തികച്ചും എടുക്കുമെന്നല്ല, ഒരു 3 മാസം മുതൽ 6 മാസത്തിനുള്ളിലുള്ള ആ 3 മാസം, ആ ഒരു സമയത്താണ് നിങ്ങളിലേക്ക് ഈ ഹീലിംഗ് വരാൻ പോകുന്നത്. നിങ്ങളുടെ സഫറിങ് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളെ ലൈഫിൽ ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടോ, അത് ചെയ്യാതെ സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ലൈഫിലേക്ക് വരാനുള്ള അവസരമാണ് ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതുവരെ നിങ്ങളൊന്ന് ഹോൾഡ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുക, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളിലും മിസ്റ്റേക്കുകളുണ്ട്, തിരിച്ചറിഞ്ഞിട്ട് പതുക്കെ അത് നിർത്താനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഹീലിംഗ് സംഭവിക്കും. നിങ്ങൾക്ക് എല്ലാ ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ 1 ഇയറിനുള്ള ഉള്ളിലുള്ള എനർജി അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. പണമാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഗ്രൗണ്ടഡ്നെസ് ഒക്കെ തിരിച്ചു വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഈ പ്രശ്നങ്ങളിലെല്ലാം പെട്ട് ഫാമിലി നഷ്ടപ്പെട്ട പലരുണ്ടായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം, കരിയറിൽ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് അതും പ്രശ്നത്തിലായിരിക്കാം. അങ്ങനെ വളരെയധികം ഇഷ്യൂസിന് ശേഷം 6 മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരുന്നത് ഒരു സൺ കാർഡിൻ്റെ എനർജിയാണ്, ഹീലിംഗ് എനർജിയാണ്. അതിന് തൊട്ട് പിന്നാലെ നിങ്ങളിലേക്ക് വരുന്നത് സമൃദ്ധിയാണ്, അബണ്ടൻസ് ആണ്, ധനമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ടഫ് ആണെങ്കിൽ തന്നെ ഹോൾഡ് ഓൺ ചെയ്യുക. തെറ്റുകൾ ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്നും തിരിച്ചു വരാനുള്ള എഫേർട്ട് എടുക്കുക. യൂണിവേഴ്സ് തീർച്ചയായിട്ടും അത് കാണാതിരിക്കില്ല. അങ്ങനെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള കാർഡാണ് സൺ കാർഡ്. ബ്യൂട്ടിഫുൾ എനർജി. ഇത്രയും കാർഡുകളുടെ ഈ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് വരാൻ പോവുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ, ഫാമിലി, ധനം, പിന്നെ ഒരു കുടുംബജീവിതത്തിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി കാർഡ് എടുത്ത് നോക്കാം. യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുക. ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഗൈഡൻസ് ഫോർ മൈ വ്യൂവർ. ഇൻഡിപെൻഡൻസ്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇൻഡിപെൻഡൻസിൻ്റെ കാർഡാണ്. സ്വന്തം കാലിൽ നിൽക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും കാൽ കീഴിൽ കിടന്ന് ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഒരവസ്ഥയാണോ? ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, നിങ്ങൾ ഒരു അടിമയെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണോ? അതിൽ നിന്ന് പുറത്ത് വരിക. ഇൻഡിപെൻഡൻസ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം തുടങ്ങിക്കഴിയുമ്പോൾ യൂണിവേഴ്സിൻ്റെ സൈഡ് കൂടി ചെയ്യും. അത് തീർച്ചയായിട്ടും നമ്മൾ എത്ര എഫേർട്ട് കൊടുക്കുന്നു അതിൻ്റെ 10 ഇരട്ടി എഫേർട്ട് യൂണിവേഴ്സ് ഇട്ട് തന്ന് നമ്മളെ കയറ്റി കൊണ്ടുവന്നിരിക്കും എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കാർഡാണ്. നിങ്ങളുടെ ഇൻഡിപെൻഡൻസിലേക്ക്, സ്വന്തം കാലിൽ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമങ്ങളിലേക്ക് തിരിച്ചു വരിക. എന്തൊക്കെ ഡബിൾ എനർജിയാണ്, മൂൺ എനർജിയാണെന്നൊക്കെ പറഞ്ഞാലും ഈ സൺ കാർഡിൻ്റെ എനർജിയുടെ അത്ര വരില്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി പോസിറ്റീവ്. നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം മാറി നല്ലൊരു പ്രഭാതം നിങ്ങളിലേക്ക് വിടരാനിരിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങാനുള്ള നിങ്ങളൊരു സൈനിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നുവെങ്കിൽ ഇതാണ് നിങ്ങളുടെ സൈൻ. ഈ വീഡിയോ ആണ് നിങ്ങളുടെ സൈൻ എന്ന് മനസ്സിലാക്കുക. ആക്ഷൻ എടുത്ത് തുടങ്ങുക. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾക്ക് എന്താണ് ഈ സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ദയവായിട്ട് കമൻസിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു.